സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, വീണ്ടും ഒരു ശമനത്തിന് ശേഷം മഴ ശക്തമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. എങ്ങനെയാണ് മുന്നറിയിപ്പിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെയാണ് വീണ്ടും ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇടങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നടക്കമുള്ള കാര്യങ്ങളും ഇവർ ഈ ഒരു നിർദ്ദേശത്തിലുണ്ട്. അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും. അതേസമയം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും അതോടൊപ്പം തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും സുരക്ഷിതമായ മേഖലകളിലേക്കും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുകൾക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു. ദിലീപ്, ഒപ്പം എടുത്തു പറയേണ്ടത്, ഈ മഴ മുന്നറിയിപ്പുകൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും കൃത്യമായ മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് കൃത്യമായ ഏകോപനം പോലും ഇല്ലാതെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ജനങ്ങൾ ദുരിതക്കയത്തിലാകുന്ന സാഹചര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള മഴ മുന്നറിയിപ്പുകൾ ഇതുപോലെ പുറത്തു വരുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാകും മുന്നൊരുക്കങ്ങൾ, സംസ്ഥാനത്തെ സ്ഥിതി എന്താകും എന്നുള്ളൊരു കാര്യം ബാക്കിയാവുകയാണ്. ഈ പറയുന്നത് പോലെ പത്തനംതിട്ടയിലും കോട്ടയം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ദുരിതക്കയത്തിലായ ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മാത്രമല്ലാതെ മുന്നൊരുക്കങ്ങൾ കൂടി ഊർജിതമാക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉള്ളത്? വിഷ്ണു, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. വിഷ്ണു സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആദ്യം മുതൽക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ കേരള സർക്കാർ അത് മുൻപിലേക്ക് എടുത്തില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രളയത്തിൽ ഇത്രത്തോളം ജനങ്ങൾക്ക് ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ വിഭിന്നമായിട്ട് സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ. പ്രത്യേകിച്ച് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെയാണ് നിലവിൽ എന്തായാലും ജില്ലാ കളക്ടറേറ്റുകൾ ഏകോപിപ്പിക്കുന്നതിൽ മന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഓരോ മന്ത്രിമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു. ശരി, സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ദിലീപാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.